പട്ടാമ്പി നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ അധ്യക്ഷൻ ടി.പി. ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗതാഗത പരിഷ്കരണവും റോഡ് നവീകരണവും വേഗത്തിലാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. നഗരസഭയിലെ ഗതാഗത പരിഷ്കരണം, റോഡ് നവീകരണം എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ അധ്യക്ഷൻ ടി.പി. ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. നഗരത്തിലെ ഡ്രൈനേജ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും മലിനജലം ഡ്രൈനേജിലേക്ക് ഒഴുക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. നീള IPT റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തകരാറിലായ കുടിവെള്ള പൈപ്പുകൾ അടിയന്തരമായി നന്നാക്കുന്നതിനും ടൗൺ മേഖലയിൽ PVC പൈപ്പുകൾക്ക് പകരം GI പൈപ്പുകൾ ഉപയോഗിക്കാനും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ബസ് സ്റ്റോപ്പ് നിർമ്മാണം വേഗത്തിലാക്കും. CPM ഫാബ്രിക്കേഷൻസിന് മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റ് ഉടൻ മാറ്റി സ്ഥാപിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. ടാക്സി സ്റ്റാൻഡ് നിർമ്മാണത്തിനായി സ്ഥലം പരിശോധിക്കും തുടങ്ങിയ തീരുമാനങ്ങളും യോഗം കൈക്കൊണ്ടു. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 4, 5, 6 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഡ്രെയിനേജിന്റെ താഴെ പൈപ്പിട്ട സംഭവങ്ങളും പട്ടാമ്പി നഗരത്തിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏകോപനത്തിന്റെ ഒരു പോരായ്മ കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പൈപ്പ് പൊട്ടി മാറ്റേണ്ട സാഹചര്യം വന്ന് ഡ്രെയിനേജ് വരെ കുളിക്കേണ്ട ഒരവസ്ഥ പല പ്രദേശങ്ങളിലും. ഏറ്റവും ഉദാഹരണം പറഞ്ഞ നക്ഷത്ര ഹോട്ടലിന്റെ മുൻവശത്ത് നമുക്ക് എല്ലാവർക്കും പോയാൽ അറിയാവുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ പട്ടാമ്പി നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും സംഭവിച്ചത്. 2 കരാറുകാരാണ് ഇതിന്റെ പൈപ്പ് ലൈനിൽ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു കരാറുകാരൻ ഏകദേശം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഓവർബ്രിഡ്ജ് മുതൽ ആശുപത്രി വരെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ പാതി വഴിയിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴ ആരംഭിച്ച സമയത്ത് തന്നെ പട്ടാമ്പി നഗരത്തിലേക്ക് വെള്ളം കയറാനും അതിൽ ദുർഗന്ധം വമിച്ച് ഒരുപാട് പരാതി ഉണ്ടാവുകയും എല്ലാ നഗരസഭയും അതുപോലെ തന്നെ KRFBയുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇടപെട്ടുകൊണ്ടാണ് താൽക്കാലിക പരിഹാരം അവിടെ കണ്ടെത്തിയത്. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ജിതേഷ് മൂഴിക്കുന്നം, സഫ നിസാർ, സഫീദ കെ, ഷാഹുൽ ഹമീദ് P, കൌൺസിലർമാരായ TP ഉസ്മാൻ, C സംഗീത, വിജയകുമാർ എന്നിവരും പങ്കെടുത്തു. കൂടാതെ KRFB, വാട്ടർ അതോറിറ്റി, പോലീസ്, KSEB, MVD ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.